ഇപ്പം നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. നമ്മൾ ഹൈദരാബാദിലുള്ള യാത്രയുടെ തുടക്കത്തിലാണ്. രാവിലെ 9 മണിക്കാണ് ഫ്ലൈറ്റ്. ഇൻഡിഗോയുടെ ഫ്ലൈറ്റാണ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ മാമൻ വണ്ടി കൊണ്ട് വരും. മാമൻ അപ്പോൾ വരും വണ്ടി കൊണ്ട്. ഇച്ചിരി മടി കിടക്കണം. ഫ്രണ്ടിലുണ്ടോ? രാമോജി ഫിലിം സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇറക്കി വിടുന്നു കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കണം തോന്നുന്നു. ഇവിടെ പാർക്കിംഗ് ഉണ്ട്. വണ്ടി കൊണ്ട് വരുന്നവർക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. നമ്മളൊരു ക്യാബ് പിടിച്ചിട്ടാണ് വന്നത് ഹോട്ടലിൽ നിന്ന്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. രാമോജി ഫിലിം സിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ വരുന്നേക്കാളും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ നട്ടുച്ച കഴിഞ്ഞ് 3 മണിക്കാണ് രാമോജി ഫിലിം സിറ്റി വന്നിരിക്കുന്നത്. ഈ ഉച്ച കഴിഞ്ഞ് വന്നാൽ രാമോജി ഫിലിം സിറ്റിയിൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ എക്സ്പെരിമെൻറ്റ്. പിന്നെ സിറ്റി ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഏതാണ്ട് 70 കിലോമീറ്റർ ഈ ദൂരമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എക്സ്പ്രസ് വേ ഔട്ടർ റിംഗ് റോഡായത് കാരണം ചടപറാന്ന് 1 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി. അപ്പോൾ ഇവിടുന്ന് പോകാനും ഇവിടെ പുറത്ത് ഓട്ടോ ഒക്കെ കിടക്കുന്നത് കണ്ടു. ഇതിനകത്ത് പോകുന്നത് ഇതുപോലത്തെ ബസ്സുകളിലാണ്. ഇത് ഇവരകത്ത് കൊണ്ടുവിടും. ഇത് അടുത്ത 10 മിനിറ്റ് എടുക്കും. ഉച്ച ആയതുകൊണ്ട് ഒരു മനുഷ്യനില്ല. നമുക്ക് സിമ്പിളായിട്ട് എടുക്കാം. രാവിലെ 5 മണിക്ക് വരണമെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. രാവിലെ 5 മണിക്ക് അവിടെ നിന്ന് പോകുന്ന കുറേയൊക്കെ കാണാൻ പറ്റുമെന്നാണ് ആൾക്കാർ പറയണത്. നമ്മളെത്തിയപ്പോൾ വൈകുന്നേരം 3 മണി. പിന്നെ വേറെ രാത്രിയിലെ ഡിന്നർ ഇതിൽ ഇൻക്ലൂഡാണ്. ടിക്കറ്റിൽ ഇൻക്ലൂഡാണ്. കാർണിവൽ ഷോ ഇൻക്ലൂഡഡാണ്. ടിക്കറ്റ് റേറ്റ് അഡൽട്സിന് 1500 ചില്ലറയും 3 ഇഞ്ചസിന് മുകളിലുള്ള പിള്ളേർക്ക് 1300 ഇപ്പോൾ സ്റ്റുഡിയോ ടൂറിൻ്റെ കാശ്. അപ്പോൾ ഞങ്ങൾ 4 പേർക്കും കൂടി ചേർത്ത് 2 അഡൽട്സ് 2 ചിൽഡ്രനും ചേർത്ത് 6000 രൂപയായി. 1900 സംതിങ്, ഏതാണ്ട് 6000 രൂപയായി. അത് അപ്പോൾ അങ്ങനെയുള്ള ഇതിന് രാവിലെ വരെയാണ്. അപ്പോൾ കുറേ കൂടെയൊക്കെ കാണാം. അത് കാണാം ഇത് കാണാം എന്നൊക്കെ ഉണ്ട്. അങ്ങനെയാണ്. നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വണ്ടി എടുക്കാൻ 10 മിനിറ്റ് എടുക്കുമെന്നാണ് പുള്ളി പറഞ്ഞത്. കുറച്ച് ഒരു ഗ്രൂപ്പും കൂടെ ഉണ്ടല്ലേ. ഒരു ഗ്രൂപ്പ് അവർ നേരത്തെ വന്നതാണെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ നമ്മൾ മാത്രമായിട്ടൊരു ബസ്സിൽ കാണിക്കുന്നുണ്ട്.
വാവ്. ആ ഹേ. For the day, lights and camera. ആഹാ. You again? എൻട്രൻസ് ഒക്കെ കണ്ടോ, എന്ത് വലുതാ. ഉള്ള ഓരോ ലൊക്കേഷൻസ് ഒക്കെ അതെ. നോക്കി ചെണ്ടേ, നോക്കി വീണ. അതില്ല, പോയി നോക്കാം. ആ ഇവിടെ എന്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. Are you all enjoying? Maza aa raha hai? No? Now we will go. So welcome to world largest film studio complex, Ramoji Film City. I am Sonali Bharti. I will be your tourist guide. So now we are going to see beautiful sightseeing, fountains, gardens and Bahubali set. Are you all excited? Yes. Look on to your right side. This place is called Eureka. This will be your tour starting and ending point. कहीं से आपका tour start and complete होने के बाद dropping इधर ही रहेगी. On to your right side, blue color face, Fun Kids Attraction Park. बोरासुरा सर्कस और रेन डांस में भी मेजर अट्रैक्शन. बच्चे को तो मजा आता ही है, बड़े को बड़ा मजा आता. ऑल एज ग्रुप पीपल कैन एंजॉय देयर. ऑन टू योर लेफ्ट साइड, रामोजी मूवी मैजिक. आई होप यू ऑल हैव कवर्ड दैट. रामोजी मूवी मैजिक. Look on to your left top wall. Guinness World Record certification as world largest film studio complex for 1,666 acre land that Ramoji Film City has achieved. On to your right side, 2-in-1 garden. From outside Delhi Mughal garden and from inside Mysore's Brindavan garden. That garden is used for destination wedding, pre-wedding shoot and post-wedding shoot. So you can book that garden for your first wedding, second wedding and third wedding also. On to your left side, beautiful totem pole garden. That garden is used for birthday parties and family get-together. Furthermore, left side, Sierra Garden. This garden is famous for group songs and romantic songs. Ooh la la song from Dirty Picture and Oh Madhu song from movie July has been shot inside that garden. इसी garden के अंदर शूट हो चुका है. On to your right side, highest fountain of Ramoji Film City, Angel Fountain, designed with Greek architecture. इसे Greek architecture में डिजाइन किया हुआ है. You can see that fountain in All the Best movie, Sunday movie, and Telugu movie Kadgam also. And Navratna का ठंडा cool has been shot there. नवरत्न का उधर ही शूट किया था. Left side, Umbrella Garden. Furthermore, left side, black complex light garden.
This garden is used for corporate events, award ceremonies, marriage party and New Year function. O Nadan Parinde Ghar Aaja song from movie Rockstar. Dilwale movie last climax church scene. And Drishyam movie 2nd October function scene has been shot inside that garden. उसी garden में shoot किया था. And Telugu movie Narsimha Naidu and Pandavlu has been shot inside that garden. Onto your left topmost point of this film city, Hawa Mahal. You can see that Hawa Mahal in Dream of Wake Up on Critical Condition song, Chand Chupa Badal song, Suswagata movie, latest movie Bimbisar and Salar also. Furthermore, left side Kerala Palm Street, used as school and college entrances. Furthermore, left side Karishma Garden. Speciality with that garden is inside that garden flowers are decorated according to the costume of heroine. Like if she is wearing red saree, red original flower will be decorated. येलो साड़ी येलो ओरिजिनल फ्लावर, बट अभी बुकिंग नहीं आ रही क्योंकि हीरोइन ने साड़ी पहनना बंद कर दिया. So have you all seen RRR मूवी? क्या आप सभी ने RRR देखा है? Look onto your front road on which we are moving. जिस रोड पे हम लोग चल रहे हैं फ्रंट साइड में देखिएगा. On this road only RRR मूवी हीरोइंस कार टायर पंक्चर सीन हैज बीन शॉट. इसी रोड पे RRR मूवी में हीरोइन का कार टायर पंक्चर सीन शूट किया गया था. सेम रोड, सेम फुटपाथ, सेम कलरफुल लैंप भी मूवी में देख सकते हैं. लेफ्ट साइड equipment department. Every kind of equipments are supplied from that department on rent basis for shooting. Onto your right side, jug fountain with Roman architecture. That is detachable one. You can see in Krish movie, Krish's statue has been replaced with that fountain and that bomb blasting scene has been shot there. Bomb blasting scene था उधर ही shoot किया था. Onto your right side, multi-purpose building. चंद्रमुखी movie का वेंकटापुरम पैलेस, लगा बिल्डिंग. सरकार राज, सूर्यवंशम, जोली LLB, लेटेस्ट मूवी सीतारामम में भी देख सकते हैं. Onto your front road, on this road only, Magadhira movie, रामचरण sir's bike racing entry stunt scene has been shot. इसी रोड पे रामचरण सर का entry stunt scene शूट किया था. Onto your right top में देखिएगा टेम्पल. Same temple has been shown as Minamma temple in Chennai Express movie. चेन्नई एक्सप्रेस मूवी में इसी टेम्पल को मिनामा टेम्पल की तरह दिखाया था. In movie director has shown you like 300 stairs are there, but here only 50 stairs are there. Movie director ने 300 सीढ़ियाँ बताया, but यहाँ पे राइट साइड में देख सकते हैं 50 ही है. And Shahrukh Khan sir holds Deepika ma'am and he climbed up to 3 stairs, 3 from downside and 3 from upside. In between cameraman has climbed. Remaining stairs cameraman. Shahrukh Khan sir ने बस 3 नीचे के 3 ऊपर के चढ़े थे, बीच का cameraman ने चढ़ा था. Onto your left side, white structure Gurudwara. That structure is 2-in-1. If you paint that with golden color, that will become Amritsar's golden temple. Golden color से paint करें तो अमृतसर का golden temple में convert हो जाएगा. So now we are heading towards North Indian setups. अभी हम लोग North Indian setups देखने जा रहे हैं. लेफ्ट साइड देखिएगा, इस गुरुद्वारा को देख सकते हैं. रब ने बना दी जोड़ी मूवी का सॉन्ग हौले हौले हो जाएगा प्यार सोड़िए. अगेन लेफ्ट साइड फतेहपुर सिकरी का बुलंद दरवाजा. इतना बुलंद है 2-4 लोग धक्का मारे गिर जाएगा. ऑल दिस सेटअप्स आर मेड अप ऑफ प्लास्टर ऑफ पेरिस, RCC सीट्स एंड कार्डबोर्ड. सेम लोकेशन यू कैन सी इन RRR मूवी एज मार्केट प्लेस, गंगूबाई काठियावाड़ी मूवी, कलंक मूवी, बिमला नायक का टाइटल सॉन्ग, द सन ऑफ सत्यमूर्ति मूवी. सो मेनी मूवीज हैज बीन शॉट. यहाँ पे बहुत सारी मूवी शूट हो चुकी है. लेफ्ट साइड सिंबल ऑफ लव आगरा का ताजमहल. इफ यू पेंट दिस विद ग्रीन कलर इट विल बिकम मॉस्क. मस्जिद बन जाएगा ग्रीन कलर के पेंट करने से. लेफ्ट स्ट्रेट दैट ब्राउन आर्क, गेटवे ऑफ इंडिया मुंबई. इफ यू सी फ्रॉम अपोजिट साइड दैट विल बी इंडिया गेट. 2-in-1. सो गेटवे ऑफ इंडिया मुंबई टू ताजमहल वॉकेबल डिस्टेंस है रामोजी फिल्म सिटी. ट्रेन पकड़ने की जरूरत नहीं पड़ेगी. Onto your right side, North Indian shopping complexes. This will be open during only shooting time. Otherwise 365 days full lockdown. ऐसे ही लॉकडाउन लगा रहता है, बस शूटिंग के टाइम पे ओपन रहेंगे. Onto your right side, that green building. You can see in Srimantru movie as Shruti Hassan's hostel. Furthermore, left side, Bengali typical houses. Kolkata का चौल, श्याम सिंगर वाई मूवी, दबंग 3 मूवी लास्ट फाइटिंग सीन हैज बीन शॉट देयर. उधर ही शूट किया था. Furthermore, 3 modern flex houses. First house you can see in Atareli की दारेटी सुनंदा मैम हाउस और जय हो मूवी सलमान सर का घर. Second one दिलवाले मूवी बल्गेरिया हाउस. Third one रेवेल मूवी प्रभास सर's house. If you see at left top, red color house, रामोजी सर का घर, रामोजी सर's house. Original है. That house is original one. Onto your right side, Ladies Central Jail. But from inside that is Ladies Beauty Parlor. That's why if lady will go inside, she will not come before 2 or 3 hours.
बिना 2-3 घंटे के वापस नहीं आती, और आती है तो एक न्यू लुक के साथ। सो वेलकम टू बड़े मियाँ छोटे मियाँ मुंबई चोर बाजार, सराफत अली का चोर बाजार। एट सेंटर प्लेस गब्बर सिंह मूवी कबड्डी सीन हैज बीन शॉट। यहीं पे सेंटर में गब्बर सिंह मूवी का कबड्डी सीन शूट किया था। You can see this location in Tiger 3 movie. At center it will place Gandhi जी statue. It will become गांधी बाजार, नेहरू स्टैचू तो नेहरू बाजार। आपकी मूर्ति आपका बाजार, जिसकी मूर्ति लगाएंगे उसका बाजार बन जाएगा। लेफ्ट साइड इंडियन ऑयल पेट्रोल पंप, रेस्टोरेंट, होटल, एवरीथिंग इज हियर। सो डायरेक्टर्स आर यूजिंग दिस प्लेस फॉर शोइंग हिज मार्केट प्लेस इन मूवीज। डायरेक्टर इस जगह को मार्केट प्लेस की तरह मूवी में दिखाते हैं। On to your right side, Singham Returns Police Station. लता माजी सटकली, गोवा वाला पुलिस स्टेशन रामोजी फिल्म सिटी में। So now we will see South Indian village location. अभी हम लोग साउथ इंडिया का विलेज लोकेशन देखेंगे। राइट साइड में विलेज पोस्ट ऑफिस, लेफ्ट साइड दिलवाले मूवी शाहरुख खान सर गैरेज हाउस, ग्रीन कलर का पेंट करके यूज किया था। फर्दरमोर लेफ्ट साइड चंद्रमुखी मूवी डांस मास्टर गुरु शेखर सर हाउस, लेफ्ट साइड में देख सकते हैं। एंड नायक मूवी में देख सकते हैं रानी मुखर्जी मैम का मांडवा हाउस। एंड ऑल दिस हाउसेस आर यूज्ड फॉर ओनली फ्रंट एलिवेशन। फ्रॉम बैक साइड नथिंग इज देयर। बाय मिस्टेक इफ यू ओपन द डोर, यू विल गो डायरेक्टली इनटू फॉरेस्ट, सीधा जंगल में पहुंच जाएंगे। इसलिए शूटिंग के टाइम पे भी डोर ओपन नहीं करते, ना तो हीरो हीरोइन ही डर जाएंगे। And this village you can see in Chennai Express movie as Minama village, Bahubali Part 1, Triple R movie and Pushpa movie also. On to your right side, can you guess those buildings are setups or original buildings? Yes, original building. Ramoji Group of Companies Administrative Building. ETV Bharat, Inadu Newspaper and Usha Kiran Movies Private Limited. And from that office, ETV Bharat office. ETV Bharat is covering 2 states. आंध्र प्रदेश एंड तेलंगाना एंड टेलीकास्टिंग न्यूज इन 13 लैंग्वेजेस। यहीं से ईटीवी भारत 2 स्टेट्स को कवर करके 13 लैंग्वेज में न्यूज टेलीकास्ट करती है। On to your left side, natural location, bomb blasting scene, fighting scene, climbing scene and horror scene. You can see this location in Bahubali movie, Pushpa movie and Triple R also. वो सीन उसी हिल के ऊपर शूट किया गया था। And this location is favorite location of राम गोपाल वर्मा सर। ये लोकेशन राम गोपाल वर्मा सर का फेवरेट लोकेशन है। So some general information about Ramoji Film City. Our chairman Mr. Ramoji Rao sir has purchased land in 1991 and construction was started locally. So welcome to Central Jail without any crime. On to the right side, interrogation, judgment, hanging scene. During shooting time, although the statues are replaced with real artists, उन्हें real artist के साथ replace करके scene shoot किए जाते हैं। On to your right side, you can see तेरे नाम मूवी as mental asylum. उस जगह को, इसी बिल्डिंग को तेरे नाम मूवी में mental asylum की तरह यूज किया गया था। लेफ्ट साइड दृश्यम 2 मूवी का पुलिस स्टेशन एंड डेड बॉडी बर्निंग सीन हैज बीन शॉट देयर। 2 अक्टूबर की काली भयानक रात 3:30 बजे बॉडी दफनाने का सीन इधर ही शूट किया था। And in this central there so many movies has been shot. नैने राजू, नैने मंत्री, कैदी नंबर 420, जेलर, रॉकस्टार, सलार, इंडियन पुलिस फोर्स है ना, लेटेस्ट सीरीज रोहित शेट्टी सर की, इधर ही शूट किया गया था सेंट्रल जेल वाला सीन।
On to your right side, Sahas Adventureland, Asia ka finest Adventureland. There are so many adventurous activities are there, like bungee ejection, high rope course, net course, ATV ride, zip line, paintball. Some will be chargeable and some will be complimentary. कुछ free भी रहता है, कुछ chargeable भी रहता है. 5 complimentary activities are there for the adults and 4 for kids. आपको 5 activity free रहेंगे, बड़ों के लिए, बच्चों के लिए 4. On to your right side, Chandramukhi set is there. And Chandramukhi set will be your third dropping point. तीसरा dropping point रहेगा Chandramukhi set पे. First Bhagavatam, second Bahubali, third Chandramukhi. And for Chandramukhi and Sahas 4:30 will be closing time. 4:30 को दोनों ही सेट क्लोज हो जाते हैं, चंद्रमुखी भी साहस को. കണ്ടോ ഒരു ശരിക്കുള്ള റെയിൽവേ സ്റ്റേഷൻ അല്ല. നമുക്ക് ബാഹുബലി സെറ്റിലേക്കാണ് പോണത്. ഇതാണ് കേട്ടോ ബാഹുബലിയുടെ സെറ്റ്. സാമ്രാജ്യം ഇതിലേ തമാശ നമ്മൾ ആ സിനിമയിൽ കാണിച്ചിട്ടാണ്. ആ അതെ, ബാഹുബലി ബിരിയാണി. ഓ, ബാഹുബലി ബിരിയാണി ചാലഞ്ച് നടക്കുന്ന സ്ഥലമാണ്. ഒരു ഫുൾ ബിരിയാണി കഴിച്ചാൽ എന്ത് പറ്റും? ഒരു മീൽ ഫുൾ കഴിച്ചാൽ ടീഷർട്ട് തന്നെയോ ഫോട്ടോഗ്രാഫ്. എൻ്റെ അമ്പോ, അത് അത്രയും പാടായിരിക്കും കഴിക്കാൻ അല്ലേ? അല്ല, എന്നാലും അത്രയും വലിയ ചലഞ്ച് വെക്കുമ്പോൾ ചന്ദ്രമുഖി സെറ്റ് കാണാൻ പറ്റിയില്ല, അത് ക്ലോസ് ആയി. ഇനി നമ്മൾ ബട്ടർഫ്ലൈ ഗാർഡനോ കാണാൻ പോകുന്നുണ്ട്. ബട്ടർഫ്ലൈ ഗാർഡൻ കാണാൻ പോകണം.
ആസ്കാരി ഗാർഡൻ. ആസ്കാരി അവിടെ എന്തോ ഒരു ഇങ്ങനെ ബക്കറ്റിൽ ഇങ്ങനെ ഫൗണ്ടൻ പോലെ വന്നില്ല, അതില്ല. ഉണ്ടല്ലേ? ഈ സ്ഥലത്തിന് ബട്ടർഫ്ലൈ ഗാർഡന്റെ അടുത്ത്. ആണോ? ഞാൻ മാപ്പ് ബട്ടർഫ്ലൈ ശരിക്കും ആ ശരിക്കും ബട്ടർഫ്ലൈ ഗാർഡൻ. ആ എന്താ കത്താണ്? നമുക്ക് മുകളിലൊക്കെ ബട്ടർഫ്ലൈ ഉണ്ടോ? ഇവിടെയൊക്കെ ഉണ്ട്. അവിടെ പിടിച്ച് കൂട്ടിനകത്തിട്ടിരിക്കുന്ന ബട്ടർഫ്ലൈ. പക്ഷെ ഇവരൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ചെടികളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ആവശ്യത്തിനുള്ള ഇവിടെയൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ബട്ടർഫ്ലൈ. സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് ഉള്ള ബട്ടർഫ്ലൈസ്. സിംഗപ്പൂർ എയർപോർട്ടിലോ? ഞാൻ ശരിക്കുള്ള പെൻസിലാണോ? ഫ്ലമിംഗോ, പിങ്ക് ഫ്ലമിംഗോ ഒന്ന് പേടിപ്പിക്കുന്നു. ഈ പക്ഷികളെ നോക്കി ഒരെണ്ണം കാല് നോക്കി നിൽക്കുന്നത്. അയ്യോ അതിന്റെ ഹൈറ്റ് നോക്കി ഷാമേട്ടാ, അത് നോക്കി. ഏത് ഒരു കാര്യം ഉറങ്ങുന്നുണ്ടോ? ആ ഒരു കാര്യം ഉറങ്ങണുണ്ടോ കണ്ണ? ഇത് ഉറങ്ങുവാ. അത് നോക്കി ആ ഹൈറ്റുള്ള പക്ഷിയെ. അതെ അത് പ്രതിമയാണോ? സോറി. തനു 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 മഞ്ഞക്കിളി. കുറേ കിളികളുണ്ട്, കുറേ ബേർഡ്സ് ഉണ്ട്, കുറേ കൂട്ടില്. ഇത് കേജിലല്ല, കുറച്ചൊക്കെ കേജിലുണ്ട്, പക്ഷെ കുറേയൊക്കെ ഓപ്പൺ ആണ്. മുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവിടേക്ക് ഇരിക്കേണ്ടത് നിറയെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറേ ബേർഡ്സ് ഇത് ഫ്രീ ആയിട്ട് ഉണ്ട്. ഇത് ഫ്രീ ആയിട്ട് ഇവിടെ ഇവിടേക്ക് ഇരിക്കുന്നുണ്ട്. നമുക്കത് കാണുമ്പോൾ ഭംഗിയുണ്ടാവില്ലേ ഇതിന്? ആ അതിനകത്തെന്താണോ? നമുക്ക് ചായ കുടിക്കാം എവിടെ നിന്ന്. ആ ഇത് നോക്ക്, ഫേസൊക്കെ ഓരോ ഫേസ് ഉള്ളത്. ശരിക്കും ആണോ? അല്ലേ
അല്ല അല്ലേ? ഒരു ഇതാടാ കണ്ണാ, കഥയുണ്ടത്. അമ്മ ശരിക്കും അത് ശരിക്കും എന്താ കഥ എന്നുള്ളത് ഞാൻ മറന്നുപോയി. ഇത് ആ മണി ശ്യാമേട്ടാ, ഈ ചലച്ചിത്രത്തിലുള്ള മണികള് ഇത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ. അതിവിടെ ഇരിക്കട്ടെ ഷൂട്ട് ചെയ്തോ. ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടംപോലെ ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഒന്ന് കഴിയുമ്പോൾ അടുത്തായിട്ട്. അപ്പോൾ ഒരു ബസ് കിട്ടിയില്ലെങ്കിൽ അടുത്ത ബസ് കിട്ടും. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങൾ, ചില സെറ്റുകൾ ഒരു പ്രത്യേക ടൈം കഴിയുമ്പോൾ ക്ലോസ് ആവും. ചന്ദ്രമുഖി എന്ന് പറഞ്ഞാൽ സെറ്റൊക്കെ 4:00 ക്ലോസ് ആവും. അത് ബാഹുബലി കഴിഞ്ഞ് വരേണ്ടതാണ്. അപ്പോൾ ബാഹുബലി കഴിഞ്ഞിട്ട് ബാഹുബലി അവിടെ കുറേ നേരം നിന്നാൽ ചന്ദ്രമുഖി കാണാൻ പറ്റില്ല. ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയ കാരണം ഞങ്ങൾക്ക് ചന്ദ്രമുഖി കാണാൻ പറ്റില്ല. പിന്നെ എയർപോർട്ടോ എയർപോർട്ട് അങ്ങനെ ഒരു സെറ്റ് ഉണ്ട്, അതൊന്നും കണ്ടില്ല. നോക്കിയാൽ മുഗൾ കൊട്ടാരം, അകത്ത് നോക്കിയാൽ വൃന്ദാവൻ ഗാർഡൻസ്. മുഗൾ കൊട്ടാരം കൊട്ടാരം ഇവർക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. വൈകുന്നേരമായി. അങ്ങോട്ടോ അവിടെ ഭയങ്കര തിരക്കാകണ്ട. ആ പോവാ നമുക്ക്. അച്ഛയാ വരട്ടെ. നോക്കാം അവിടെ
अच्छी कहानी, ओल्ड इज गोल्ड। पुरानी फिल्मों की कहानी है वो हीरो का सर हिलाकर नहीं मनाना। ഇതിന്റെ ക്യാപ്റ്റൻ Join us tonight for the DJ. Come on.
ബാവർച്ചി ബിരിയാണി എല്ലാം വന്നിരിക്കുന്നത്. ബാവർച്ചി, ഒറിജിനൽ ബാവർച്ചി. RTC ക്രോസ് റോഡിലുള്ള ബാവർച്ചിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒറിജിനൽ ബാവർച്ചി. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നു ഇരുന്നു, ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫുൾ തിരക്കാം, ഒരൊറ്റ സീറ്റ് ബാക്കിയില്ല. നല്ല തിരക്കാം, രാത്രി ചെയ്ത് തന്നെ നല്ല തിരക്കാണ്. 90% ആൾക്കാരും ബിരിയാണി വാങ്ങുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ ഞങ്ങൾ ബിർള ടെമ്പിളിൽ പോയി, അത് കുറച്ചുകൂടെ എടുത്ത് പറയുന്നു. ഇന്ന് ഞങ്ങൾ ബിർള ടെമ്പിളിൽ പോയി, ബിർള മന്ദിർ. അപ്പോൾ ബിർള മന്ദിറിൽ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് അവിടെ ഒരു പ്ലാനറ്റേറിയം ഉണ്ട്. ആ പ്ലാനറ്റേറിയത്തിൻ്റെ അവിടെ നിന്ന് താഴോട്ടിറങ്ങി അടുത്ത വളവിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്. ഈ അമ്പലത്തിൽ നല്ല മാർബിൾ അമ്പലം, ഒരു മലയുടെ മുകളിൽ ഇരിക്കുന്നത്. ചുറ്റും എന്താ പറയുക, ഹൈദരാബാദിനെ ചുറ്റും കാണാൻ പറ്റുന്നൊരു അമ്പലം. പിന്നെ അമ്പലം എൻട്രി ഒക്കെ ഫ്രീ ആണ്. പിന്നെ അമ്പലത്തിൽ ഈ പറഞ്ഞ പോലെ എന്താണ്, അമ്പലത്തിൽ ഫോൺ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഫോൺ നിങ്ങൾ വീട്ടിൽ വെച്ചിട്ട് പോകുന്ന വേണ്ട, അവിടെ ക്ലോക്ക് റൂം ഉണ്ട്, പൈസ കൊടുക്കണ്ട, ഫ്രീ ആണ്. അവിടെ കൊടുത്തിട്ട് മുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവർ തരും. ഈ അമ്പലത്തിന് നേരെ താഴെ ഇതിൻ്റെ ക്യൂ തുടങ്ങുന്നിടത്ത് ക്ലോക്ക് റൂം ഉണ്ട്, അവിടെ ചെരുപ്പും ഇതും വെച്ചിട്ട് പോരെ. പക്ഷെ നല്ല അടിപൊളി സീനറിയാണ്. ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ സെക്രട്ടേറിയറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം. ഒരു വൈകുന്നേരം 6 മണി കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് ഒരു ഇച്ചിരി ഇരുട്ടിട്ട് പോയാണ് നല്ലത്. നല്ല ഇരുട്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് എല്ലായിടത്തും ഹുസൈൻ സാഗർ ലേക്കൊക്കെ വെള്ളത്തിലിട്ടിട്ട് വെള്ളത്തിൽ നല്ല ബുദ്ധ സ്റ്റാച്ചു ഒക്കെ നമുക്ക് വളരെ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു വൈകുന്നേരം പോകാൻ നോക്കാം. പിന്നെ അവിടെ ലഡ്ഡു കിട്ടും. ലഡ്ഡു 40 രൂപ, എന്താ 40 രൂപയ്ക്ക് 2 ലഡ്ഡു. പക്ഷെ ക്യാഷ് കിട്ടും. 2 ലഡ്ഡു, 2 പീസാണ്. 40 രൂപയ്ക്ക് 2 പീസ് ലഡ്ഡു. പിന്നെ കാശ് കൊടുക്കണം. ഇവിടെ ഒന്നും ഗൂഗിൾ പേ ഒന്നുമില്ല. അപ്പോൾ കാശ് ഉണ്ടെങ്കിൽ അതും ചേഞ്ച് കൊടുത്താലേ കിട്ടുള്ളൂ. അവിടെ വാഷ്റൂമിന് ഒരു 5 രൂപ ചേഞ്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ബാവർച്ചി വന്നിട്ടാണ് പോയത്. അങ്ങനെ പിന്നെ ഓട്ടോ കയറി വരും. പക്ഷേ ഈ പറഞ്ഞ കുറച്ച് താഴെ അപ്പുറത്ത് മാറ്റി വിടും. പിന്നെ വണ്ടി അവിടേക്ക് കയറി വരാൻ ഇച്ചിരി പാടാണ്. സ്വന്തം വണ്ടിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇതിന് അമ്പലത്തിൻ്റെ താഴെ വരെ കൊണ്ട് പാർക്ക് ചെയ്യാം. പക്ഷേ നേരത്തെ ഒന്നില്ലെങ്കിൽ പാർക്കിംഗ് കിട്ടാൻ കഷ്ടമാണ്. പിന്നെ അടുത്ത് തന്നെ പ്ലാനറ്റേറിയം ഉണ്ട്. പ്ലാനറ്റേറിയത്തിൽ ഷോ ഉണ്ട്. എവറി 45 മിനിറ്റ്സ് ഈ പറഞ്ഞ സ്പേസിനെ കുറിച്ച് ഷോ ഉണ്ട്. അവിടെ തന്നെ വേറെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട്. പ്ലാനറ്റേറിയം, അവിടെ ഒരു ലൈബ്രറിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അതിൻ്റെ ടൈമിങ്സ് ഈ അമ്പലത്തിൻ്റെ അവിടെ ഈ ക്ലോക്ക് റൂമിൻ്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പോയി നോക്കുന്നത് നല്ലതായിരിക്കും. പോകാൻ പറ്റുന്നവർ പോയി നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ ഒരു മലയുടെ നേരെ താഴെ ഒന്നും കേൾക്കണമെന്ന് എനിക്കറിയില്ല. ഓഫ് ചെയ്യും. ഈ മലയുടെ നേരെ താഴെ ഒരു കാമത്തുണ്ട്. ഇത് കുഴപ്പമില്ല, വെജ് കഴിക്കുകയാണെങ്കിൽ അവിടെ പോയി കഴിക്കുകയാണെന്നുള്ളത് തോന്നുന്നു. പക്ഷേ ഈ പറഞ്ഞാൽ നമ്മൾ ഇവിടെ കഴിക്കാൻ തീരുമാനിച്ചാൽ നമ്മൾ ഇങ്ങനെ പോകും. ഇത് മിനിയാണ് കേട്ടോ, മിനി ബിരിയാണിയാണ്. ഒരെണ്ണം വാങ്ങിച്ചാൽ മതി. ഞാൻ ഡിലേ ഉണ്ടെന്ന് വെച്ചിട്ടാ വരണം പറഞ്ഞിപ്പോ. അപ്പോൾ നമ്മളിത് കറാച്ചി ബേക്കറിയുടെ ഫ്രണ്ടിലാണ്. ഹൈദരാബാദുള്ള കറാച്ചി ബേക്കറിയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് പാരഡൈസ് റെസ്റ്റോറൻറ്റ്. നമ്മൾ ഗാച്ചിബോളിയിലാണ്. അപ്പോൾ ഗാച്ചിബോളിയിൽ പാരഡൈസിൽ വന്ന് ഭക്ഷണം കഴിച്ച് കറാച്ചിയിൽ നിന്ന് ബിസ്ക്കറ്റ് വാങ്ങിച്ച് വീട്ടിൽ പോകുന്നതാണ് വിചാരം. നമ്മളിത് കറാച്ചിയിലാണ്. നമ്മൾ നാട്ടിൽ കാണുന്ന 1-2 അല്ലാതെ ഒരുപാട് ബിസ്ക്കറ്റ് ഉണ്ട്. ഇത് മുഴുവൻ കറാച്ചിയുടെ ബിസ്ക്കറ്റ്സാണ്. നമ്മൾ തിരിച്ച് ഹൈദരാബാദിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ ഹൈദരാബാദ് എയർപോർട്ടാണ്.